ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞുസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ചാള, നല്ല നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഞാനൊന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ചാള വെച്ചിട്ട് മുന്നേ ഞാൻ 2-3 തരം കറികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇരുമ്പാമ്പുളി ഇട്ടിട്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇരുമ്പാമ്പുളി വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ചാളക്കറി തയ്യാറാക്കുന്നത്. നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ ഈ ചാള നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട്, കല്ലുപ്പ് ഇട്ട് ചട്ടിയിലിട്ട് ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ ചാള ഒരെണ്ണം 2 കഷ്ണമാണ് ആക്കണത്. അപ്പോൾ ഇങ്ങനെ നീളനെയുള്ള അധികം ചെറിയ ചാളയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കഷ്ണാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ 2 കഷ്ണാക്കിയിട്ടുണ്ട്. ഒരു മീൻ 2 കഷ്ണാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇരുമ്പാമ്പുളി വെള്ളത്തിൽ നുറുക്കിയിട്ട് ഇട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊന്ന് വാരിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പിട്ടിട്ട് ഞാനിതൊന്ന് തിരുമ്പിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളിയിൽ ഈ ഉപ്പൊക്കെ പിടിച്ചെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കറി അരവൊക്കെ തയ്യാറായി വരുമ്പോഴേക്കും ഇതൊന്ന് ഉപ്പ് നല്ല ഇതിൽ പിടിച്ചിരിക്കും. അപ്പോൾ കറിയിലേക്ക് നമുക്ക് ഇടണ നേരം ആകുമ്പോഴേക്കും പുളിയിൽ നല്ല ഉപ്പ് പിടിക്കുകയും ചെയ്യും. പിന്നെ കറിയിലേക്ക് ഇടുമ്പോൾ എരിവും ഇതൊക്കെ ആകുമ്പോൾ പുളിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ നീളനെയാണ് ഞാൻ മീൻ കൂട്ടാനിലേക്കൊക്കെ ഞാൻ ഇടാറ്. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം ഉണ്ടല്ലോ, നമ്മുടെ വലിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ പെരുംജീരകം ഒന്ന് ചൂടായതിന് ശേഷം 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെയിം അളവിൽ മല്ലിപ്പൊടിയുടെ അതേ സെയിം അളവിൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 3 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മുടെ പെരുംജീരകവും കൂടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്പൈസസും കൂടി ഞാൻ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ചൂട്ടിൽ ഇടരുത്, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ്, അതായത് നല്ല നാടൻ കുരുമുളകാണ്, അത് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് നിങ്ങൾ അരയ്ക്കുമ്പോൾ മിക്സിയിൽ ജാറിൽ ഇട്ടാൽ മതി. പക്ഷെ ഞാനിതൊന്ന് ഇട്ട് കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുരുമുളകൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ചൂടാകുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിലൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ചൂടാക്കുമ്പോൾ കുരുമുളകിനൊക്കെ ഒരു പ്രത്യേക ഒരു മണം വരും, മസാലയ്ക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഇളക്കി കൊടുക്കുന്നുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫാക്കിയാലും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ല വെച്ചെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. അപ്പം ഞാൻ ഒരു 1/2 മുറി തേങ്ങ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 മുറി തേങ്ങയാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ 1/2 മുറി തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചൂടാക്കി വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും ഉണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ അതും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും മിക്സിയിലേക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം വേണം എന്ത് സാധനവും അരച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അരയ്ക്കുമ്പോൾ നമ്മുടെ മേത്തേക്കാണ് അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ആ ചട്ടി കഴുകിയിട്ട് അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അത് അരഞ്ഞ് ശരിക്കും കിട്ടില്ല. നമുക്ക് ഫൈനായിട്ട് അരയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറവിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചിട്ട് ഇതുപോലെ ഫൈനായിട്ട് ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കോൽപ്പുളിയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യില്ല. ഇതിപ്പോൾ ഇരുമ്പമ്പുളി ഇടുന്ന കാരണം വേറെ പുളിയുടെ ഒന്നും ആവശ്യമില്ല. കുടംപുളി ആയാലും മറ്റേ കോൽപ്പുളി ആയാലും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കോൽപ്പുളിയാണ് വെച്ചെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചെങ്കിൽ അതൊക്കെ പിഴിഞ്ഞിട്ട് നമ്മൾ ഈ കറിയിലേക്ക്, ഈ അരവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ വേറെ ആഡ് ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാതും കൂടി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒന്ന് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മളിത് തിളച്ചതിന് ശേഷം കഷ്ണമൊക്കെ ഇട്ടിട്ട് നമ്മൾ കഷ്ണത്തിലൊക്കെ ശരിക്കും ഉപ്പ് പിടിച്ചോന്ന് നോക്കുമ്പോൾ കുറവാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ നമ്മുടെ ഇരുമ്പമ്പുളിയിലും നല്ലതുപോലെ ഉപ്പ് പറ്റിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇരുമ്പമ്പുളിയുടെ ഉപ്പൊക്കെ നമുക്ക് കറിയിലേക്കും ഇറങ്ങുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലാസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം കഷ്ണമൊക്കെ ഇട്ടാക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 8 ചൂന്യമുളകാണ് കേട്ടോ, നമ്മുടെ നാടൻ മുളകാണ്. നല്ല എരിവുള്ളതാണ്, പഴുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇങ്ങനെ നടുക കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ചുള ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കഷ്ണാക്കിയിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ കഷ്ണാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. തീരെ ചെറിയ കുഞ്ഞൻ ചാളയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കഷ്ണാക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുവിധം മീഡിയം സൈസായ കാരണം ഞാൻ 2 കഷ്ണാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരികിലത്തെയൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ തിളച്ച് പുറത്തേക്ക് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഇട്ടിട്ട് വേണം ഇതാക്കണം. ഫുള്ളിൽ ഇട്ടിട്ട് വെച്ചെങ്കിൽ തിളച്ച് പോവും. അപ്പോൾ തിളച്ച് പോവാണ്ട് വെച്ചെങ്കിൽ നമ്മുടെ ഈ മീതത്തെ ഈ ഇങ്ങനെ പാട കെട്ടി ഇങ്ങനെ വരുന്നുണ്ടല്ലോ അരവ്, ആ അരവിൻ്റെ ഈ കട്ടിയുള്ളതൊക്കെ പുറത്തേക്ക് പോയിണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ സ്വാദൊക്കെ അതിൽ പോകും. അപ്പോൾ തിളച്ച് പോവാതെ പ്രത്യേകം നോക്കണം. പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ അത് ഇപ്പോൾ നല്ല ഇതിൽ കുറുകി വന്നിട്ടുണ്ട്. കഷ്ണവും പിന്നെ ഇരുമ്പമ്പുളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിത് കാച്ചാനുള്ള തയ്യാറെടുപ്പ് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടതും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2 വറ്റൽമുളക് ഞാൻ നടുകെ പൊട്ടിച്ചത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇരുമ്പൻപുളി ഇട്ടിട്ട് നമ്മുടെ ചാളക്കറി, മത്തിക്കറി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് മക്കളെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ചാള. ഞാൻ മത്തിക്കറി 2-3 റെസിപ്പിയിൽ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കണം. ഇതിലെ ഇരുമ്പമ്പുളിക്ക് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ച് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ ഇരുമ്പാമ്പുളി നമ്മുടെ ചൂനമുളകും മീനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, താങ്ക് യു.